ഇഷ്യൂസ് നമ്മുടെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രവേശനമായിരുന്നു ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. യൂണിഫോമിറ്റി, നമ്മുടെ സ്കൂൾ യൂണിഫോമിറ്റി, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്, അതനുസരിച്ച് കുട്ടി വന്നില്ല. ഒരു 4 months ഷീസ് ഓക്കെ വിത്ത് ദാറ്റ് യൂണിഫോം. ബട്ട് ഒരു പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിലാണ് കുട്ടി ഈ ഒരു രീതിയിലുള്ള യൂണിഫോം ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് കുട്ടി അത് മാറ്റി വെച്ചു, ബാഗിൽ വെച്ചു. സ്നേഹത്തോടെയാണ് നമ്മളത് പറഞ്ഞത്. കുട്ടി അത് കേൾക്കുകയും ചെയ്തു. വല്ല കോമഡി പരിപാടി കൊണ്ടിട്ടാലേ പൊളിയായിരിക്കും, കിടുക്കാച്ചായിട്ടോ തകർക്കും. സിസ്റ്റർ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയതേ, ഈ 2 കാലി മന്തുള്ളവൻ 1 കാലേ മന്തുള്ളവനെ കളിയാക്കുന്ന പോലെ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നിയതല്ലേ? ഹിജാബ് ധരിച്ച പെൺകുട്ടിയെ പുറത്താക്കുകയും ഇത്രയൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അത് പറയാൻ വേണ്ടി മീഡിയക്കാരുടെ മുമ്പിൽ വന്ന ടീച്ചറായ സിസ്റ്ററോ പൂർണ്ണമായും ശിരോവസം ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ടീച്ചറെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും അതിലെ മാന്യതയുള്ള ആ വസ്ത്രവും നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഞങ്ങളെ വല്ലോ അവലും എടുത്ത് വാങ്ങിച്ചാണോ, വല്ല തവിടും മലരും കൊടുത്ത് വാങ്ങിച്ചാണോ, വഴി തങ്ങാണ് കിട്ടിയതാണോ? ഞങ്ങൾക്കും ഞങ്ങളുടെ മതത്തോടൊരു കടമയും കടപ്പാടൊക്കെ ഇല്ലേ? യൂണിഫോം ആ കുട്ടി പാലിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ഹിജാബ് ഇട്ടാൽ നിങ്ങൾക്ക് ഇത്രയങ്ങ് പൊള്ളേണ്ട ആവശ്യമുണ്ടോ? ഒരു കുട്ടി ഇപ്പൊ ചന്ദനക്കുറി ഇട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമല പോവാൻ മാലയിട്ടിട്ടോ ഹിജാബ് ഇട്ടോ കഴുത്തിൽ കൊന്തയിട്ടോ സ്കൂളിലേക്ക് വന്നാൽ ആർക്കും ഇത്ര ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സമയത്ത് കർത്താവിനോട് പോയി നല്ലൊരു മനസ്സുണ്ടാകാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഇടയിൽ സിസ്റ്ററുടെ ഒരു ഡയലോഗ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നേഹത്തോടെ ആ കുട്ടിയോട് അഴിച്ചു വെക്കാൻ പറഞ്ഞെന്ന്. സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചു വിഷം തന്നാലും കുടിക്കണോ സിസ്റ്ററെ? ഒരുപാട് സ്കൂളുകൾ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അവിടെയെല്ലാം വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അധ്യാപകരും സേവനം ചെയ്യുന്നുണ്ട്. അവിടെ യൂണിഫോമിന്റെ കൂടെ അതാത് മതത്തിന്റെ ആചാരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആ മതത്തെ അറിയിക്കുന്ന ചില അടയാളങ്ങളോ കുട്ടികൾ ധരിച്ചാൽ ആരും അത് അഴിച്ചു വെക്കാൻ പറഞ്ഞതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. മുസ്ലിം മാനേജ്മെന്റ് അങ്ങനെ തീരുമാനം എടുത്തതായി ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുകൂടിയില്ല. ഇനി എനിക്ക് മുസ്ലിങ്ങളോടാണ് പറയാനുള്ളത്, ഇങ്ങനെ വിഷം തുപ്പുന്ന വർഗീയവാദികളുടെ സ്കൂളുകളിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാതിരിക്കുക. നിങ്ങളുടെ മക്കൾ ഇസ്ലാമിക വേഷവിധാനത്തിൽ സ്കൂളുകൾ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഒരുപാട് അന്യമത വിശ്വാസികളുടെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അവിടേക്ക് വിടുക നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ. സാധുവായി ഞാനൊക്കെ പഠിച്ചത് എന്റെ നാട്ടിലെ ഓച്ചറയിലെ പ്രയാർ എന്ന് പറയുന്ന സ്കൂളിലാണ്. 95% ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂള്. ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും മുസ്ലിമായിന്റെ പേരിൽ അവർ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു പ്രയാസം വരുമ്പോൾ അവർ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ഉമ്മയുടെ ഉപ്പയുടെ കരുതലാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. 90% സ്കൂളുകളും ഇങ്ങനെ തന്നെയാണ്. അതിൽ ചില എണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവറ്റകളെ കൊണ്ടുപോയി വല്ല കിണറ്റിനും കളയാൻ തോന്നുന്നത്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ എന്റെ ദുബായ് യാത്രയിൽ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നെ എന്റെ നോമ്പ് തുറപ്പിച്ചത് ആ സ്കൂളിലെ ശ്രീകല ടീച്ചറുടെ മകനായ അർജുനാണ്. ഇപ്പോഴും ആ സ്നേഹം അങ്ങനെ തന്നെയാണ്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്വഭാവയെ ഒന്ന് അവസാനിപ്പിക്കുന്ന നല്ലതാ. കൗശലക്കാരായ കുറുക്കന്മാരുടെ കൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ സഹവാസം. സൂക്ഷിക്കണം, ഒരു നാൾ അവർ നിങ്ങളെയും വേട്ടയാടും. കാണാം, കാത്തിരുന്നു.